വെരി ഗുഡ് മോർണിംഗ്. എനിക്ക് പൊതുവെ കഥ പറയാൻ ഇഷ്ടമാണ്. അപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള ഒരു മോട്ടിവേഷൻ സ്പീക്കറുടെ ഒരു സ്റ്റേജിലുള്ള കുറച്ച് ഇഷ്യൂസ് സ്റ്റേജിൽ വെച്ചിട്ടുണ്ടായ ഒരു ചെറിയ ഇഷ്യൂസിനൊക്കെ പറയുമ്പം എനിക്കിത് റിലേറ്റഡ് ആയിട്ട് ഇതിനോട് സാമ്യമുള്ളൊരു കഥ പറയാമെന്ന് വിശ്വസിക്കുന്നു. ഏകദേശം കുറച്ച് മുമ്പ് ഈ കോവിഡ് പീരീഡിലാണ് ഞാൻ വളരെ ബഹുമാനിക്കുന്ന ഞാൻ ചെയ്യുന്ന ബിസിനസ് ചെയ്യുന്ന ഒരു റെസ്പെക്റ്റ്ഫുൾ ആയിട്ടുള്ള ഒരാൾ എന്നോട് പറഞ്ഞു, നാജി ഇന്ന് ഒരു 2 hours ഒരു ഓൺലൈൻ സെഷൻ ഉണ്ട്, കുറച്ച് സ്പെഷ്യൽ ഗസ്റ്റായിട്ടുള്ള കുറച്ച് ആൾക്കാരെ ഞങ്ങൾ അതിനകത്തേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്, അതിലൊന്നാണ് നാജിദ്, നിങ്ങളും അതിനകത്ത് അറ്റൻഡ് ചെയ്യണമെന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെ ഞാൻ ഈ ഓൺലൈൻ സെഷനിൽ അറ്റൻഡ് ചെയ്യുന്നു. ഏകദേശം 200ഓളം പേര് അതിനകത്ത് ഓഡിയൻസ് ആയിട്ടുണ്ട്. വളരെ അടിപൊളിയായിട്ട് ഈ പാർട്ടിസിപ്പേറ്റ് ചെയ്ത പലരെയും ബിസിനസ്സിനെ എങ്ങനെ ഇദ്ദേഹം ആ മോട്ടിവേഷൻ ഗുരു ഹെൽപ്പ് ചെയ്തു എന്നുള്ളത് വളരെ ഭംഗിയായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് നോക്കിയാൽ നമുക്കൊരു കൾട്ട് പോലെ ഫീൽ ചെയ്യും. കുറേ ഫോളോവേഴ്സ്, നിങ്ങളാണ് ജീവിതത്തിൽ നിങ്ങൾക്ക് ഭയങ്കര ചേഞ്ച് ഉണ്ടാക്കിയത്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു 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 കൾട്ട് ഫീൽ അതിനകത്ത് എന്തോ എനിക്ക് വന്നു. എൻ്റെ മാത്രം പ്രോബ്ലം ആയിരിക്കാം. ഫോർ എക്സാമ്പിൾ, ഒരാൾ പറയുന്നത് എൻ്റെ ബിസിനസ് വളരെ പ്രശ്നമുള്ള സമയത്ത് ഞാൻ ഈ ഗുരുവിനെ മീറ്റ് ചെയ്തു, അപ്പോൾ ഗുരു അതിന് വേണ്ട ഗൈഡൻസ് തന്നു. വേറൊരാൾ പറഞ്ഞു, പിന്നെ എന്നോട് പറഞ്ഞു ഇന്ന ആളുടെ കൂടെ ഒരു ദിവസം പോയി സ്റ്റേ ചെയ്യേ. അപ്പോൾ എന്താ വെച്ചാൽ പുള്ളിക്ക് ഒരു 100-200 ഫോളോവേഴ്സ് ഉള്ളതുകൊണ്ട് ഓൾറെഡി സിമിലർ ബിസിനസ് ചെയ്ത ആളുടെ കൂടെ പോയി ഒരു ദിവസം സ്റ്റേ ചെയ്യാൻ പറയും. അപ്പോൾ ലൈക്ലി ഒരു പ്ലാറ്റ്ഫോമാണ് ഇദ്ദേഹം ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ 200 പേരിൽ എപ്പോഴും നമ്മൾ ചെയ്യുന്ന ബിസിനസ് ചെയ്ത ആൾക്കാർ ഓൾറെഡി അതിൽ സീനിയേഴ്സ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഈ ഫോളോവേഴ്സ് ഗുരുവിനോട് ഇത്രയും ആരാധന അങ്ങനത്തെ ഉള്ളതുകൊണ്ട് എന്താണ്, പുതിയ ഒരാൾ ഈ കൾട്ടിലേക്ക് അല്ലെങ്കിൽ ഫോളോവറായിട്ട് വരുമ്പോൾ അവരെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ ബിസിനസ്സിനകത്തൊരു കൾട്ട് പോലെ വരുന്നുണ്ടോയെന്ന് ദൈവമേ എനിക്കൊരു പേടി തോന്നി. ഓക്കെ, ഈ 2 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്ക് ഭയങ്കര വൈബിൽ എന്നെപ്പോലെ വന്ന കുറേ ഗസ്റ്റ് ഉണ്ടായിരുന്നു. ഗസ്റ്റസിന് ചോദ്യം ചോദിക്കാനുള്ളൊരു അവസരം ലാസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വളരെ നിഷ്കളങ്കമായി ഒരു ചോദ്യം ചോദിച്ചു, സാർ ഈ ബിസിനസ് മോട്ടിവേറ്റഡ് ആവുന്നതിൻ്റെ മുമ്പ് നിങ്ങൾ എന്ത് ബിസിനസ്സാണ് ചെയ്തിരുന്നതെന്ന് ചോദിച്ചു. വളരെ രസമായിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ 8 ബിസിനസ് ചെയ്തിരുന്നു, 8ഉം പൊട്ടി. അത്രത്തോളം ബിസിനസ് ചെയ്ത് പൊട്ടിയ എക്സ്പീരിയൻസ് എനിക്കുള്ളതുകൊണ്ട് എൻ്റെ കൂടെ ഇതാ മുമ്പിൽ 200ഓളം ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരും ഞാനും കൂടി അങ്ങോട്ട് മിക്സ് ആകുമ്പോൾ അടിപൊളിയെല്ലാം ആയിരിക്കൂലേ, ഭയങ്കര സൂപ്പർ ആവൂലേ, വിത്ത് മൈ എക്സ്പീരിയൻസ് ആൻഡ് ദെയർ ബിസിനസ് ഐഡിയാസ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എല്ലാവരും ഭയങ്കര എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കയ്യടിയും ഇതൊക്കെ കഴിഞ്ഞു. ഓക്കെ, ഈ മീറ്റിംഗ് കഴിഞ്ഞ ഉടനെ എനിക്കറിയാവുന്ന എന്നെപ്പോലെ എൻ്റെ ഫീൽഡിൽ ബിസിനസ് ചെയ്യുന്ന എൻ്റെ വളരെ അടുത്തൊരു ഫ്രണ്ടിനോട് ഞാൻ വിളിച്ച് ചോദിച്ചു, ഇന്ന് രാവിലെ എനിക്കൊരു അനുഭവം ഉണ്ടായി, ഞാനിങ്ങനെ ഓൺലൈനായിട്ടുള്ള ഒരു ഇദ്ദേഹത്തിൻ്റെ ഒരു മീറ്റിങ്ങിന് പങ്കെടുത്തു എന്ന് പറഞ്ഞു. അപ്പം എന്നോട് ചോദിച്ചു, നാജി നീ പെട്ടോന്ന് ചോദിച്ചു. അപ്പം ഞാൻ ഇല്ല ഞാനൊന്നും പെട്ടില്ല, എനിക്കതിങ്ങനെ ഒരു ഭയങ്കര ഒരു ഫോളോവേഴ്സ് എന്തോ എനിക്ക് ഫിറ്റാവാത്തൊരു സാധനമാണെന്ന് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ഒരു എക്സ്പീരിയൻസ് എനിക്ക് പറഞ്ഞു. ഞാൻ അറ്റൻഡ് ചെയ്ത അതേ ആളുടെ ഒരു ഫിസിക്കൽ മീറ്റിംഗ് കുറച്ച് 1-2 വർഷങ്ങൾക്ക് മുമ്പ് ഇദ്ദേഹവും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അത് ഫിസിക്കൽ മീറ്റിംഗ് ആയിരുന്നു, എറണാകുളത്ത് വെച്ചിട്ട്. അപ്പം അതിനകത്ത് വളരെ ബിസിനസ് കുറേ ഐഡിയാസൊക്കെ പറയുകയോ അതൊക്കെ ചെയ്തിരുന്നു. അപ്പം അന്ന് ഇതേപോലത്തെ ഒരു ചോദ്യം അന്നും ചോദിച്ചിരുന്നത്രേ, എന്താണ് നിങ്ങൾ ഇതിൻ്റെ മുമ്പ് ചെയ്തിരുന്നത്? അപ്പോൾ അദ്ദേഹം അന്ന് പറഞ്ഞത്, ഇല്ല ഞാൻ ബിസിനസ്സൊന്നും ചെയ്തിട്ടില്ല, ഞാനൊരു സെയിൽസ്മാനൊക്കെ ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ എനിക്ക് തോന്നി അന്നും പിന്നെ ഞാൻ അറ്റൻഡ് ചെയ്ത മീറ്റിങ്ങിൻ്റെ ഇടയിൽ മെയിൻലി കോവിഡ് പീരീഡ് ആയിരുന്നു, ഒരു 8 ബിസിനസ് ചെയ്ത് 8 പൊട്ടി അത്രയും എക്സ്പീരിയൻസ് വരാനുള്ള സമയമുണ്ടായോ എന്ന് എനിക്കൊരു സംശയം. കാരണം അന്ന് ആദ്യത്തെ മീറ്റിങ്ങിൽ പുള്ളി പറഞ്ഞത് ഞാൻ ബിസിനസ് ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ ഫ്രണ്ട് പറഞ്ഞ പ്രകാരം. അപ്പോൾ ഓഡിയൻസിനനുസരിച്ച് സംസാരിക്കുന്ന പല ആൾക്കാരും ഈ ലോകത്തുണ്ട്. അവരെ കയ്യിലെടുക്കാൻ അവർക്ക് പറ്റിയ കണ്ടൻറ്റ് കൊടുക്കുക എന്നുള്ളത് അതും നല്ലൊരു കഴിവ് തന്നെയാണ്. അങ്ങനെയാണോ ദൈവമേ ഇദ്ദേഹം എന്നെനിക്ക് തോന്നുകയും എനിക്ക് അത്യാവശ്യം പറഞ്ഞാൽ തൽക്കാലം അതിൻ്റെ ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നുകയും തന്ന സമയം. അപ്പോൾ എന്നെ ഈ പരിപാടിക്ക് ഇൻവൈറ്റ് ചെയ്ത എനിക്ക് വളരെ റെസ്പെക്റ്റ്ഫുള്ള അദ്ദേഹം പിന്നെ രണ്ടാമത് എന്നെ വിളിച്ചു ചോദിച്ചു, എങ്ങനെയുണ്ട് നാജിൻ്റെ രാവിലത്തെ പ്രോഗ്രാം, നമുക്കതിന് ജോയിൻ ചെയ്യല്ലേ എന്ന് എന്നോട് ചോദിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായത് ഇവരുടെ പ്ലാൻ എന്താ വെച്ചാൽ ഡെയിലി രാവിലെ അരമണിക്കൂർ, രാവിലെ 5 മണിക്ക് അരമണിക്കൂർ ബിസിനസ്സിനെ കുറിച്ച് ഒരു ടോപ്പിക്ക് റിലേറ്റഡ് ആയിട്ട് നല്ല കുറേ കണ്ടൻറ്റ് ഇദ്ദേഹം തരും.
ഇനി നമുക്ക് എന്തെങ്കിലും ബിസിനസ്സിൽ പ്രശ്നമുണ്ടെങ്കിൽ ആ ടോപ്പിക്ക് കൊടുത്താൽ അദ്ദേഹം അടുത്ത ഒരു സെഷനിൽ അത് നടത്തി തരും ചെയ്യും. എനിക്ക് ഓർമ്മയുണ്ട്, ഈ ഞങ്ങളുടെ ആ മീറ്റിങ്ങിൻ്റെ ഇടയിൽ പുള്ളി കാണിച്ചു ഏകദേശം അടുത്ത 60 ദിവസത്തിനുള്ള കണ്ടൻറ്റ് റെഡിയാണ്. അപ്പം ഞാൻ പുതിയൊരു ടോപ്പിക് ആകുമ്പോൾ അത് 61ാമത്തെ ദിവസം, അത് 2 മാസം സമയമുണ്ട്. എനിക്ക് വേണ്ട പോലെ പ്രിപ്പയർ ചെയ്ത് രാവിലെ അരമണിക്കൂർ പ്രസൻറ്റ് ചെയ്യാനുള്ള എല്ലാ സമയമുണ്ട് ഇതിനകത്ത്. അടിപൊളി, തിരക്കില്ലെന്ന് തോന്നി. ഈ ഐഡിയ ഈസ് ഗുഡ്. പിന്നെ ഇതുപോലെ 200ഓളം പേരുണ്ടെങ്കിൽ ഒരു പുതിയൊരാളൊരു ബിസിനസ് വേറെ ആളെ കണക്ട് ചെയ്താൽ മതി, ഭയങ്കര ഈസിയാണ്. ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കുക എന്നുള്ളത് അടിപൊളി തന്നെ, സംഭവിച്ചു. പക്ഷേ എനിക്ക് എന്തുകൊണ്ടോ ഇതിനകത്ത് അത്ര താല്പര്യം തോന്നാത്തതുകൊണ്ടും ഞാൻ പറഞ്ഞു, സാർ ഞാൻ ഇതിന് ഇപ്പോൾ പങ്കെടുക്കണില്ല. കാരണം 4:30 മണിക്ക് എണീറ്റ് ബിസിനസ്സിനെ കുറിച്ച് ചിന്തിക്കാൻ ഞാൻ റെഡി ആവണമെങ്കിൽ അത് മാത്രം മതി എനിക്ക് രക്ഷപ്പെടാൻ, അല്ലെങ്കിൽ എൻ്റെ ബിസിനസ് രക്ഷപ്പെടാൻ. പ്രത്യേകിച്ച് ഒരു ക്ലാസ്സിൻ്റെ ആവശ്യം എനിക്കുണ്ട് തോന്നില്ല എന്നുള്ളത് തൽക്കാലം ഞാൻ ഊരി. പിന്നീട് ഞാൻ കേൾക്കുന്നത്, സാധാരണ നമ്മൾ അതുവരെ പഠിച്ച ബിസിനസ് മോഡലൊന്നും അല്ല ഈ പറയുന്ന ആൾ സമൂഹത്തിൽ പറയുന്നത്. നിങ്ങൾ ഹെയ്റ്റേഴ്സിനെ ഉണ്ടാക്കണം, നിങ്ങൾ നന്നാവുന്നത് മറ്റുള്ളവർക്ക് ഇഷ്ടമില്ല, അതുകൊണ്ടാണ് നിങ്ങൾ കൂടുതൽ എത്രത്തോളം നിങ്ങളെ ഹെയ്റ്റേഴ്സിന് ഉണ്ടാക്കുമോ അത്രത്തോളം നിങ്ങളെ ബിസിനസ് നന്നാവും, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മളൊന്നും ഒരിക്കലും കസ്റ്റമേഴ്സിനെ അങ്ങനെ ചിന്തിക്കരുത്. കസ്റ്റമേഴ്സ് കിങ് എന്ന് വിശ്വസിക്കുന്ന നോർമൽ വളരെ സത്യസന്ധമായി ബിസിനസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇദ്ദേഹം പറയുന്നത് കൂടുതൽ ദേഷ്യമുള്ള ആൾക്കാരുണ്ടാക്കൂ, കൂടുതൽ അതുണ്ടാക്കൂ, കൂടുതൽ ഹെയ്റ്റേഴ്സിന് ഉണ്ടാക്കൂ, അപ്പം നിങ്ങൾ വിജയിക്കും, നിങ്ങൾ നന്നാവുന്ന മറ്റുള്ളവർക്ക് ഇഷ്ടം, ഇങ്ങനെ വളരെ വായി. പക്ഷേ എല്ലാവരും ഇതിൻ്റെ ഓൾറെഡി ഈ കൾട്ടിൽ പെട്ടതിൻ്റെ ഫോളോവേഴ്സായ ആൾക്കാർക്കൊന്നും എന്ത് പറയുമ്പോഴും പറയണത് അദ്ദേഹം പറയുന്നത് നല്ലത് എടുത്താൽ പോരെ, എന്തിനും അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കണമെന്ന് പറഞ്ഞിട്ട് അവോയ്ഡ് ചെയ്യാണ് ചെയ്യുന്നത്. ഇത് കൂടാതെ ഞാൻ ഫിസിക്കലി മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത ആൾ വേറെയും ഒരു ഇൻസിഡൻറ്റ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരൊക്കെ ആകെ ഷോക്ക് അടിച്ചൊരു ഇൻസിഡൻറ്റ് അന്ന് ഉച്ചയ്ക്ക് ഉണ്ടായി. പക്ഷേ എഗെയിൻ അത് തിരിച്ച് വാക്ക് സാമർത്ഥ്യം കൊണ്ട് ഇയാൾക്ക് തിരിച്ചു മാറ്റാൻ പറ്റി, അങ്ങനെയൊക്കെ പറഞ്ഞൊരു കുറേ ഇൻസിഡൻറ്റ്. അപ്പോൾ ഏതായാലും എൻ്റെ ഒരു അഡ്വൈസ് എന്താ വെച്ചാൽ, നമ്മൾ കൂടുതലും ബിസിനസ് ചെയ്ത നമ്മളെ ഫീൽഡിൽ ചെയ്ത ആൾക്കാരായിട്ട് നന്നായിട്ട് ജെന്യൂനായിട്ട് ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുടെ ഹെൽപ്പ് മേടിക്കുക, അവരുടെ അഡ്വൈസ് ചോദിക്കുക, അങ്ങനെയൊക്കെ നന്നായിട്ട് ബിസിനസ് ചെയ്യുന്ന നല്ല നല്ല ബിസിനസ് ഗ്രൂപ്പ്സ് കേരളത്തിലുണ്ട്. അപ്പോൾ അങ്ങനത്തിലൊക്കെ കൂടുതൽ ഫോളോ ചെയ്യും. വെറും ഒരു മോട്ടിവേഷൻ കിട്ടിയതുകൊണ്ട് പ്രത്യേകിച്ച് നമുക്കൊന്നും ഉണ്ടാവില്ല. നമ്മുടെ പെയിനും നമ്മുടെ സിറ്റുവേഷനും നമുക്കാണ് അറിയുക. അത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ വെറുതെ കുറേ പൈസയൊക്കെ ചിലവാക്കി പിന്നെ വെറും ഒരു നമ്മളെ ത്രസിപ്പിച്ചിട്ട് തിരിച്ച് പിന്നെ അത് ഫോളോ ചെയ്യാൻ പറ്റാത്ത കാര്യത്തിലൊന്നും ഇടപെടാതിരിക്കുകയായിരിക്കും നല്ലത് എന്നുള്ളൊരു ഒപ്പീനിയൻ ഉണ്ട്. ഞാൻ ഈ പറഞ്ഞ കഥയും കഴിഞ്ഞ 2 ആഴ്ചക്കുള്ളിൽ ഉണ്ടായ സംഭവം തമ്മിലൊക്കെ ചില ചെറിയ താരതമ്യം ഒക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു മെസ്സേജ്, ഞാൻ പഠിച്ച മെസ്സേജ്, ഇതിൽ വ്യക്തികൾക്കൊന്നും പ്രാധാന്യമില്ല, ഞാൻ ജനറലി ആ ഒരു സിസ്റ്റത്തിനാണ് പറഞ്ഞത്. അല്ലാതെ നന്മ ചെയ്യുന്ന നല്ല മോട്ടിവേഷൻ സ്പീക്കറോ ആർക്കും എതിരല്ല, ഞാനത് കേൾക്കുന്ന ആളാണ്. പക്ഷേ ഇത് വെറൊരു ബിസിനസ്സാക്കി നമ്മുടെ പൈസയൊക്കെ അടിച്ചു മാറ്റണ വെറും ഒരു മോട്ടിവേഷനിൽ പ്രത്യേകിച്ച് കാര്യമില്ല. അല്ലെങ്കിൽ എത്തിക്കൽ ബിസിനസ് ചെയ്യുന്ന നല്ല ആൾക്കാരുടെ ഫോളോ ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ അഡ്വൈസ്. താങ്ക് യു.